Hi friends, welcome back to Reporter Speed Part 4. In the previous video, we learned how to report statements and questions and how the reported part of a sentence becomes a noun clause and is subordinated to the main clause. Today, we will learn how to report exclamatory sentences and imperative sentences. Let's listen to a conversation between Spillman and a German officer. This will test your memory and also serve as a warm-up for what we are going to learn today. Let's read it. Spillman said, "Are you a German?" ഓഫീസറിനോട് സ്പിൽമാൻ ചോദിച്ച വാക്കാണ്. നമുക്ക് ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ് as സ്പിൽമാൻ. സ്പിൽമാൻ. ആർ യു എ ജർമ്മൻ? ഇതിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ദിസ് ഈസ് റിപ്പോർട്ടിംഗ് പാർട്ട് ഓഫ് ദി സെന്റൻസ്, ദിസ് ഈസ് റിപ്പോർട്ടഡ്. റിപ്പോർട്ടഡ് പാർട്ടിലെ സെന്റൻസ് ഏത് ടൈപ്പാണെന്ന് നോക്കൂ. അതൊക്കെ നന്നായി അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇതൊരു ഇൻവേർഷൻ ക്വസ്റ്റ്യൻ ആണ്, യെസ് നോ ചോദ്യമാണ്. അപ്പോൾ ഈ ഭാഗത്തെ ഇതിനോട് കൂട്ടിച്ചേർക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെയിൻ ക്ലാസിന്റെ സ്വാധീനം ഇതിലുണ്ടാവും. ഇത് പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ടെൻസിൽ ബാക്ക് ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ? ഇനി പ്ലേസ്, ടൈം, വേർഡ്സ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ചാണ് മാറുന്നത്. ബാക്ക് ഷിഫ്റ്റ് അല്ലാതെ അവർക്കത് ബാധകമല്ല. നോക്കൂ, അപ്പോൾ ഇത് ചോദ്യമായതുകൊണ്ട് നമ്മൾ ആസ്ക്ഡ് യൂസ് ചെയ്തു. ഇത് തങ്ങളിൽ ചേർക്കാനുള്ള വാക്ക് വെദർ ഓർ ഇഫ് ആണ്, അല്ലെ? ഈ ഇൻവേർഷൻ മാറി തിരിച്ചത് സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡറിലേക്ക് മാറണം, അല്ലെ? ഇനി വേർബ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇവിടെ ആറാണ്, ആർ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അത് സിമ്പിൾ പാസ്റ്റ് ആകും, വാസ് ഓർ വെയർ ആകും. ഇനി സ്പിൽമാൻ ആണ് പറഞ്ഞത് യു, അല്ലെ? ഇത് ഓഫീസറെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആളിന്റെ പെർസ്പെക്റ്റീവിൽ, വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഹി ആകും. മലയാളത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. സോ സ്പിൽമാൻ ആസ്ക്ഡ്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെ? അവരോട് ചോദിച്ചത് ദി ഓഫീസർ. ഓഫീസർ ആരാണെന്ന് അറിയില്ലല്ലോ, അല്ലെ? നോക്കൂ, വെദർ, ഇഫ്, രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കുക. സബ്ജക്റ്റും വെർബും തിരിച്ചിടുന്നു, സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡറിലേക്ക് മാറുന്നു, അല്ലെ? റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കൂ, വെദർ ഹി വാസ് എ ജർമ്മൻ. ഫസ്റ്റ് ഒന്നുകൂടെ നോക്കൂ. സ്പിൽമാൻ asked the officer whether he was a German or if he was a German. അടുത്തതിലേക്ക് പോവാം. The officer said, yes, I am. എന്താ അതിന്റെ അർത്ഥം? I am a German എന്ന് തന്നെയാണ്. നോക്കൂ, അപ്പൊ the officer replied that, അല്ലെ? അല്ലെങ്കിൽ told Spillman that I am. I എന്ന് പറയുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ he ആകും, അല്ലെ? I am past I was ആകും. He was, അത് വേണമെങ്കിൽ ഒരു സെന്റൻസ് ആകുന്നത് he was a German. അപ്പോൾ the officer replied that he was a German. What do you do for a living? നോക്കൂ, ഇത് ഒരു ഇൻവേർഷൻ ചോദ്യമല്ല, അറിയാലോ. ഇതൊരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, WH ക്വസ്റ്റ്യൻ ആണ്, ഉണ്ടല്ലോ. വാട്ട് ഡു യു ഡു, ഇവിടെയുണ്ട് ഇൻവേർഷൻ, അല്ലെ? അപ്പോൾ ഈ വേർഡ് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും സബോർഡിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഡു നമുക്കറിയാം, അത് പ്രസന്റ് ടെൻസ് തന്നെയാണ്, ഡു, അല്ലെ? ഇത് അപ്രത്യക്ഷമാകുന്നു, ഇതിൽ നൾ മോർഫീം ഇതിനോട് ചേരുന്നു, പ്രസന്റ് മോർഫീമാണ്. ഡു സിമ്പിൾ പ്രസന്റ് ആണ്, അത് ഡിഡ് ആകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡറിലേക്ക് സെന്റൻസ് മാറുന്നു. ഇപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ദി ഓഫീസർ റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് എ ജർമ്മൻ ആൻഡ് ആസ്ക്ഡ് സ്പിൽമാൻ. സ്പിൽമാനോട് ചോദിച്ചു, ഈ പാർട്ടിയോട് അതിനോട് ചേർക്കണം. നോക്കൂ, വാട്ട് ഹി ഡിഡ് ഫോർ എ ലിവിങ്. എന്നോട് പറയൂ. ദി ഓഫീസർ റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് എ ജർമ്മൻ ആൻഡ് ആസ്ക്ഡ് സ്പിൽമാൻ വാട്ട് ഹി ഡിഡ് ഫോർ എ ലിവിങ്. അടുത്ത് നോക്കൂ, സ്പിൽമാൻ, ഐ എം എ പിയാനിസ്റ്റ്. ദിസ് ഇസ് ഓൾസോ എ സ്റ്റേറ്റ്മെന്റ്, അല്ലെ? ഐ എം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റ് ആണ്. പറയാൻ എന്താ പ്രയാസമുള്ളത്? സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ് ഓർ ടോൾഡ് ഹിം ദാറ്റ് ഓർ സെഡ് ദാറ്റ് ഹി വാസ് എ
ഹി ആകും ആം വാസ് ആകും. ഹി വാസ് എ പിയാനിസ്റ്റ്. ദെൻ അടുത്ത സെന്റൻസിലേക്ക് പോവാം. ദി ഓഫീസർ സെഡ് പ്ലീസ് സംതിങ് ഫോർ മീ. നമുക്ക് ഇവിടെയാണ് ഒരു പുതിയ ടൈപ്പ് ഓഫ് സെന്റൻസ് വരുന്നത് അല്ലേ. പ്ലീസ് സംതിങ് ഫോർ മീ നിങ്ങൾ ധാരാളം കേട്ടിരിക്കും ഇത് അല്ലേ. നമുക്ക് ഒരാളിനോടൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇത്തരം സെന്റൻസുകളെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ സബ്ജക്റ്റ് കൊണ്ടല്ല ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. നോക്കൂ, വേർബ് കൊണ്ടാണ്, വേർബിന്റെ ബേസ് ഫോം കൊണ്ടാണ് ഈ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. പ്ലേ സംതിങ് ഫോർ മീ. മനസ്സിലായല്ലോ. പ്ലേ സംതിങ് ഫോർ മീ, ഇതിനെ നമ്മൾ പോസിറ്റീവ് ഇമ്പരേറ്റീവ് എന്ന് പറയും. മനസ്സിലായോ. ഇനി ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ അത് ഡോണ്ട് പ്ലേ ആകും, ചെയ്യാനും ചെയ്യരുതെന്ന്. മനസ്സിലായില്ലേ. നോക്കൂ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. സർമാര് പറയാറില്ലേ, ലിസൺ ടു മീ. മനസ്സിലായല്ലോ. ഒബേ യുവർ പേരൻസ്, റെസ്പെക്ട് യുവർ എൽഡേഴ്സ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നോക്കൂ, അപ്പോൾ ഇത്തരം സെന്റൻസുകളെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നൗൺ ക്ലാസ്സുകൾ മെയിൻ ക്ലാസ്സുകളോട് ചേരുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇംപെറേറ്റീവ് സെന്റൻസുകൾ മാത്രമാണ് അങ്ങനെയല്ലാത്തത്. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇതിനോട് ചേർക്കണമെങ്കിൽ ഈ സെന്റൻസ് പ്ലേസ് സംതിങ് ഫോർ മീ, നിങ്ങൾ ഇതിനെ ഒരു ഇൻഫിനിറ്റീവ് സ്ട്രക്ചറായിട്ട്, ഇൻഫിനിറ്റീവ് സ്ട്രക്ചർ മീൻസ് ഇതിന്റെ മുന്നിൽ ടു ചേർക്കണം. അപ്പോൾ ദി ഓഫീസർ ടോൾഡ് ഹിം പറയാം, വാണ്ടഡ് ഹിം പറയാം, റിക്വസ്റ്റഡ് ഹിം പറയാം അല്ലേ. നമുക്ക് ഓർഡർ ഇവിടെ ചേരില്ല എന്ന് നമുക്കറിയാം അല്ലേ. ഇതൊരു ഫ്രണ്ട്ലി റിക്വസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സോ ദി ഓഫീസർ ടോൾഡ് സ്പിൽമാൻ ടു പ്ലേ സംതിങ് ഫോർ മീ. പെർസ്പെക്റ്റീവ് മാറുകയാണ്, ഹിം ടു പ്ലേ സംതിങ് ഫോർ ഹിം. നമുക്ക് ഇവിടെ ഇൻഫിനിറ്റീവ് സ്ട്രക്ചർ ആകുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ വരുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസുകളിൽ മാത്രമാണ്. ഇനി അടുത്തതിലേക്ക് വരൂ. സ്പിൽമാൻ ഹെസിറ്റേറ്റ്സ്, അദ്ദേഹം വിസമ്മതിക്കുന്നു. കാരണം അപകടം പിടിച്ചൊരു സാഹചര്യത്തിലാണ് സ്പിൽമാൻ, നമുക്കറിയാം അല്ലേ. നോക്കൂ, അതുകൊണ്ട് അയാൾ ഹെസിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹു ഹെസിറ്റേറ്റഡ്? സ്പിൽമാൻ ഹെസിറ്റേറ്റഡ്. നമ്മളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയാം. അതുകൊണ്ട് ഓഫീസർ അയാളോട് വീണ്ടും പറഞ്ഞു, ഡോണ്ട് ബി അഫ്രൈഡ് ടു പ്ലേ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്ലേ ചെയ്യാൻ അല്ലേ. നോക്കിക്കോളൂ, എങ്ങനെ നമുക്ക് എഴുതാം. വെറും പ്ലേ ആയിരുന്ന സമയത്ത് നമ്മൾ ടു പ്ലേ ചേർത്തുവെങ്കിൽ ഡോണ്ട് ബി അല്ലെങ്കിൽ ഡോണ്ട് പ്ലേ എന്ന് പറയുമ്പോൾ സാധാരണ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്കറിയാം നോട്ട് ടു എന്നൊരു പ്രയോഗം തന്നെ വരും. നോട്ട് മുന്നിൽ വരും, ടു അവിടെ തന്നെ ഉണ്ടാവും, നോട്ട് ടു. അപ്പോഴും അതൊരു എന്താ പറയുക, ഇൻഫിനിറ്റീവ് സ്ട്രക്ചറാണ്, ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. ഇറ്റ്സ് നോട്ട് എ ക്ലോസ്, അതൊരു ക്ലോസ് അല്ല. അപ്പോൾ ഈ സെന്റൻസ് നിങ്ങൾ എങ്ങനെ എഴുതും? ദി ഓഫീസർ ടോൾഡ് സ്പിൽമാൻ നോട്ട് ടു ബി. ഡോണ്ട് ബി ബിക്കംസ് നോട്ട് ടു ബി അഫ്രൈഡ് ടു പ്ലേ. ഇത് ടു പ്ലേ ആണ്, ഇതിനൊരു വ്യത്യാസം വരില്ല, അതിന് ഇൻഫിനിറ്റീവ് ആണ്. ടു ചേർന്ന ഒരു ഇൻഫിനിറ്റീവ് ആണ്. മനസ്സിലായല്ലോ. സോ ദി ഓഫീസർ ടോൾഡ് ഹും ടോൾഡ് സ്പിൽമാൻ നോട്ട് ടു ബി അഫ്രൈഡ് ടു പ്ലേ. നോക്കൂ, ആ സമയത്ത് സ്പിൽമാൻ പ്ലേസ്, അയാൾക്ക് ധൈര്യം വന്നുള്ളൂ, പ്ലേ ചെയ്യാണ്, പിയാനോ പ്ലേ ചെയ്യാൻ അല്ലേ. വെൻ ഹി ഫിനിഷസ്, അയാൾ അവസാനിപ്പിച്ചു. സോ വി ക്യാൻ സേ വെൻ ഹി ഫിനിഷ്ഡ്, അദ്ദേഹം പാടിത്തീർന്നപ്പോൾ ദി ഓഫീസർ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാന്ന് നോക്കൂ. വാട്ട് എ ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ് യു ആർ. കണ്ടോ ഈ സെന്റൻസ്? ഇത് ക്വസ്റ്റ്യൻ വേർഡിന്റെ വാട്ടാണെന്ന് കരുതരുത്. നോക്കൂ, ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇതിന്റെ ഏറ്റവും അവസാനം നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. സബ്ജക്റ്റും വെർബും ഈ ഓർഡറിൽ അവസാനമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇതൊരു എക്സ്ക്ലമേഷൻ ആണ്, നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഇതൊരു എന്താ ഗ്രേസ്ഫുൾ ആയ ഒരു പിയാനിസ്റ്റ് ആണ് താങ്കൾ അല്ലേ. അപ്പോൾ വാട്ട് എ ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ് യു ആർ. ഈ സെന്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഹൗ കൊണ്ട്. അപ്പോൾ വാട്ട് കൊണ്ടോ ഹൗ കൊണ്ടോ നമുക്ക് എന്ത് തുടങ്ങാം? ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആരംഭിക്കാൻ പറ്റും. നോക്കൂ, ഹൗ കൊണ്ട് ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? ഹൗ ഗ്രേസ്ഫുള്ളി യു ഹാവ് പ്ലേഡ്. എത്ര മനോഹരമായിട്ടാണ് താങ്കൾ പ്ലേ ചെയ്തത്. ഹൗ ഗ്രേസ്ഫുള്ളി യു ഹാവ് പ്ലേഡ്.
ഇത് രണ്ടും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ദി ഓഫീസർ എക്സ്ക്ലെയിംഡ് യൂസ് ചെയ്യാം. വണ്ടേഡ്, എക്സ്ക്ലെയിംഡ് എന്നൊക്കെ പറയും. എക്സ്ക്ലെയിംഡ് നോക്കൂ, വാട്ട് ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ് യു ആറിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റൂ. വാട്ട് ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ് യു ആർ. നോക്കൂ, യു ആർ എ ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ്. വേണമെങ്കിൽ ഒരു വെരി കൂടെ ചേർത്തോളൂ, യു ആർ എ വെരി ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ്. ഇതിന് നിങ്ങൾ മാറ്റുന്നത് എങ്ങനെയായിരിക്കും? ഈ സ്റ്റേറ്റ്മെന്റിനെ അപ്പോൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർഡറിലേക്ക് പെട്ടെന്ന് മനസ്സിൽ മാറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എക്സ്ക്ലെയിംഡ് ചേർത്ത് ദാറ്റ് തന്നെയാണ്, ഇതൊരു നോൺ ക്ലോസ് തന്നെയാണ്. ഇവിടെ മാത്രമേ ഇംപെരേറ്റീവ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്ങനെ എഴുതാം? ദി ഓഫീസർ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഹി വാസ് എ വെരി ഗ്രേസ്ഫുൾ പിയാനിസ്റ്റ്. എന്നോട് പറഞ്ഞു നോക്കൂ. ദി ഓഫീസർ, ദി ജർമ്മൻ ഓഫീസർ എക്സ്ക്ലെയിംഡ് ദാറ്റ് he was a very graceful pianist. നോക്കൂ, ഇനി ഫുൾ സ്റ്റോപ്പാണ്. അതിൻ്റെ സ്വഭാവം, സെന്റൻസിന്റെ രീതി മാറി, സ്ട്രക്ചർ മാറി. അല്ലെങ്കിൽ ദി ഓഫീസർ said, how gracefully you have played. നോക്കൂ, ഇവിടെ how gracefully you have played പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ? ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റേണ്ടി വരും. സോ when he finished, when Spillman finished, the officer exclaimed that how gracefully that he had played ആകും പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിനെയാണ് നമ്മൾ ബാക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് മെയിൻ ക്ലാസ്സിനനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകുന്നതാണ്. he had played. ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. the officer exclaimed that he had played very gracefully. ഒന്നുകൂടി പറയൂ. He had placed very gracefully. The officer exclaimed that he had played very gracefully. ഇപ്പോൾ എല്ലാ ടൈപ്പ് സെന്റൻസുമായിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, ഇൻ പാർട്ട് 5, അഞ്ചാമത്തെ പാർട്ട് വരുന്ന സമയത്ത് നോക്കൂ, we will discuss back shift in detail and we will definitely learn how to report difficult sentences. So don't miss it. Don't miss part 5. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നോക്കൂ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് comment. See you in part 5.